വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹായ്. അപ്പോൾ ഒരാൾ വൈകിട്ട് ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴും ഞങ്ങൾ വൈകിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് അല്ലേ. അപ്പോൾ കുറച്ച് ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കൻ വെച്ച് നമുക്ക് നല്ലൊരു അടിപൊളി സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താണ് ഞാനിപ്പോൾ പറയുന്നില്ല. യെസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യെസ്, അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ ഫുൾ വേണമെന്നില്ല, ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്, ഒരു 1/2 കപ്പ് ചൂടുവെള്ളം. ഒന്നും കൂടി നല്ലപോലെ ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഞാനപ്പോൾ ചിക്കൻ ചെറിയ പീസായിട്ട് അരിഞ്ഞ് ബ്രസ്റ്റ് പീസായിരുന്നു, അപ്പം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞു. ഇത് അത്യാവശ്യം ഒരു പതഞ്ഞ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മൈദ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് പോരാത്തതിൻ്റെ വെള്ളം നമ്മൾ കുറച്ച് ചെറിയ ചൂടുവെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പോരെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. ഞാൻ മാവ് ഇവിടെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയുടെ പരുവത്തിലല്ല, കുറച്ചും കൂടെ ഒന്ന് വെള്ളം ചേർത്തിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് അപ്പം ഞാൻ ചിക്കനോട് ചെറുതായിട്ട് ഇങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ മസാല ഉണ്ടാക്കാനായിട്ട് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൻ്റെ കൂടെ രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഫ്രൈ ആവണ്ട, ഒന്ന് ജസ്റ്റ് വാടുമ്പോഴത്തേനും നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മല്ലിപ്പൊടി കുറച്ച് ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഗരം മസാല ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല റെഡിയായി. നമുക്കിനി മാവ് വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. നമ്മൾ യൂഷ്വലി ചപ്പാത്തി പരത്തുന്ന പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുവാണ്. ചപ്പാത്തിയുടെ അത്രയും വലുപ്പത്തിൽ പരത്തുന്നില്ല, ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് നമ്മുടെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് ഞാൻ ജസ്റ്റ് കപ്പ് എടുത്തിരിക്കുന്നത്. കപ്പ് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കീറിയെടുക്കാം. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം.
സർക്കിൾ ഷേപ്പിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ഫില്ല് ചെയ്യാം. നമ്മളിവിടെ എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മൾ എണ്ണ ചൂടാവാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യുക. ആദ്യം നല്ലപോലെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കാം. എന്നിട്ട് പതിയെ സൈഡ് മാറ്റിയിട്ട് വെക്കാം. നല്ലപോലെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളധികം കട്ടിയിലല്ല പരത്തിയിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ജസ്റ്റ് രണ്ട് സൈഡൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ട് സൈഡും ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ചിക്കൻ ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ നല്ല യമ്മി ആയിട്ടുള്ള ചിക്കൻ ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.